for this is waterfall, water ice. So water ice when frozen ആവുമ്പോൾ it becomes very very hard out, right? അപ്പോൾ ഹാർഡ് ആവുമ്പോൾ നമുക്ക് ക്ലൈംബ് ചെയ്യാനുള്ള ടൂൾസ് ആണ് നമ്മൾ ക്രാംപോൺസ്, right? And നമ്മൾ ഐസ് ആക്സ്. ക്രാംപോൺസിൽ as I told you, we have 12 points. Okay. 12 points ഉണ്ട്. നമുക്ക് ഗ്ലേഷ്യർ നടക്കുമ്പോൾ we can use the down points. ഇവിടെ കയറുമ്പോൾ we have to use the front point, right? This is our ice axe. Ice axe means loops in there. These are not normal ice axes, these are technical ice axes, right? In the downward bend them smaller on a, right? This is used mainly for technical climbing, right? The skills that you need to have is once you climb, you face the wall that you're climbing. Once you face the wall that you're climbing, look at the route that you want to go. ആദ്യം തന്നെ ആദ്യം ഒരു ഡെസ്റ്റിനേഷൻ വേണം, നിങ്ങളാ പോകേണ്ടതെന്ന്. സ്റ്റാർട്ടിങ് എൻഡിങ് ഡെസ്റ്റിനേഷൻ വേണം, ഒരു എക്സിറ്റ് സിറ്റുവേഷൻ വേണം. ജെന്നി നമ്മൾ ക്ലൈംബ് ചെയ്യുമ്പോൾ നമ്മൾ റോപ്പ് ഫിക്സ്ഡ് ആവും, നമ്മൾ ആങ്കേർഡ് ആവും. സോ നമ്മൾ ജസ്റ്റ് ഐ എം ടീച്ചിങ് യു ദ ബേസിക് സ്കിൽ ഹിയർ, റൈറ്റ്? നമ്മൾ ക്ലൈംബ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ what you have to do is നോക്ക് നോക്കാം, right? Look at the route that you want to go. എന്നിട്ട് place your ice axe. As I said, ഈ വാട്ടർ ഐസിൽ കണ്ടമാനം ബ്രിട്ടിൽ ആയിട്ടുള്ള ഐസ് ഉണ്ട്. ഇതിനാണ് ഡിന്നർ പ്ലേറ്റ്സ് എന്ന് പറയുക. ഈസി ആയിട്ട് ബ്രേക്ക് ആവും. ഇതിനാണ് ഡിന്നർ പ്ലേറ്റ്സ്. അതൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഒരു പോയിന്റിൽ കുത്തി വയ്ക്കുക ഐസ് ആക്സ്. ഫസ്റ്റ് ഐസ് ആക്സ് ഗ്രിപ്പ് ഉണ്ടോ നോക്കുക. അടുത്തത് എന്നിട്ട് കാല് നോക്കിയിട്ട് ഫീറ്റ് പൊസിഷൻ വെക്കുക. ഫീറ്റ് പൊസിഷൻ വെക്കുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യുവർ ഫ്രണ്ട് പോയിന്റ്സ് ഇല്ലേ, ഫ്രണ്ട് പോയിന്റ്സ് ഗോ ഇൻ പെർഫെക്റ്റ്ലി. സ്റ്റാൻഡ് അപ്പ്. ഫിനിഷിക്കുമ്പോൾ മൈ സോൾസ് ഓഫ് മൈ ഫീറ്റ് ഇല്ലേ, എൻ്റെ കാലിൻ്റെ അടിയിലില്ലേ, ഹാസ് ടു ബി പാരലൽ ടു ദ ഗ്രൗണ്ട്, റൈറ്റ്? ഇത് അടുത്ത പൊസിഷൻ. ഇതിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ സൈഡ് പോയിന്റ്സ് ഇല്ലേ, സൈഡ് പോയിന്റ് യൂസ് ചെയ്യാം. ഈ പോയിന്റ്, റൈറ്റ്? ഇതുവരെ ചെയ്തുകൂടെ? ഓക്കെ.